നമസ്കാരം. ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇത് പല ആളുകളോട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം കുറേയധികം ആളുകൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. മുതുകാടുമായിട്ട് നേരിട്ട് പരിചയമുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ, അത്തരത്തിൽ കുട്ടികളുള്ള ആളുകൾ, അവിടെ ഒരു എൻക്വയറി നടത്തിയിട്ടുള്ള ആളുകൾ പോലും എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. പല ആളുകളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ പറഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചിട്ടാണ് രണ്ടാമത് ഒരു വീഡിയോ ചെയ്തത്. ആ ഒരു വീഡിയോ ചെയ്ത സമയത്തും ചില ആളുകൾ പറഞ്ഞു അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അവരിൽ ചില ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ടാണ് അവരിൽ ചില ആളുകളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം വൈഡ് അറ്റൻഷനിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചർച്ചകൾ ഇതിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്ന ഒരു സംഭവം മാറിപ്പോകും. എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പരിപാലിക്കുന്ന രീതിയിലുള്ള കുറേയധികം പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ പരിഹാരമാണ് പ്രൈമറി എയിം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ ഒരു കാര്യങ്ങൾ മാറിപ്പോകും. അത് ഞാൻ വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് പിന്നീട് അങ്ങടേക്ക് പോയത്. അത് ഗോപിനാഥ് മുതുകാടിൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ ചെയ്യുന്ന വലിയ ചർച്ചകളായിട്ട് മാറുകയുണ്ടായി. ഭിന്നശേഷി കുട്ടികൾ, അവരുടെ പരിപാലനം, അവിടെയുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ കംപ്ലീറ്റ്ലി സീനിൽ നിന്ന് ഔട്ടായിപ്പോയി. ഇപ്പോൾ ട്രിക്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, ഫാസിൽ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു വീഡിയോയ്ക്ക് പ്രമേയമായിട്ട് എടുത്തത് ഷിഹാബ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അവിടെ തന്നെ നമ്മളുടെ പ്രൈമറി എയിമിൽ നിന്ന് അത് മാറിപ്പോയി. ഇനിയിപ്പോൾ ഫാസിൽ നിഷ്കളങ്കമല്ലാതെ ചില പ്രത്യേക ഉദ്ദേശങ്ങളോടെയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മുതുകാട് സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒരു വീഡിയോ പോയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പോയി. ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങൾ, ആ ഒരു പരിപാലനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതൊക്കെ കംപ്ലീറ്റ്ലി പോയി. ഇത് മുതുകാടുമായി ബന്ധപ്പെട്ട് മാത്രം, അദ്ദേഹത്തിൻ്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ട് മാത്രം പോകുന്ന ഒരു ചർച്ചയായിപ്പോയി. ട്രിക്സ് ചാനലിൽ ശരിയാണ്, അന്ന് മുതൽ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫാസിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, ഫാസിൽ എന്തുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാനും ആഗ്രഹിച്ചിരുന്നു ഫാസിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കണം എന്നുള്ളത്. ഫാസിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് കേൾക്കുന്ന സമയത്ത് ഫാസിലിന് രണ്ട് തരത്തിൽ വേണമെങ്കിൽ പ്രതികരിക്കായിരുന്നു. ഒന്ന് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചിട്ട് നേരിട്ട് അറിവില്ല, എനിക്ക് അത് നന്നായിട്ട് അന്ന് തോന്നി, അതുകൊണ്ട് ഇപ്പോൾ അറിയാത്ത കാര്യത്തെക്കുറിച്ചിട്ട് എന്ത് പറയാനാണ് എന്ന് വേണമെങ്കിൽ ഫാസിലിന് പറയായിരുന്നു. രണ്ടാമതായിട്ട് ആരാണോ ആദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള പരാതികളുമായിട്ട് എത്തിയത്, ജെന്യൂൻ ആയിട്ടുള്ള ചില കൺസേൺസുമായിട്ട് എത്തിയത്, അവരുടെ സൈഡിൽ നിന്നിട്ട് ആ പ്രശ്നങ്ങളെ നോക്കി കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ ഫാസിൽ അത് രണ്ടും ചെയ്തില്ല. ഫാസിൽ നേരെ ഷിഹാബിൻ്റെ കാര്യത്തിലേക്ക് പോയി. ഷിഹാബ് എന്ന് പറയുന്നത് വളരെ വൈകി മാത്രം ഈ ഒരു സീനിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ച മാതാപിതാക്കൾ, മുതുകാടുമായിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള മാതാപിതാക്കൾ സംസാരിച്ച് അതൊരു ഡിസ്കഷനായ സമയത്ത് അതിലേക്ക് വന്ന ഒരാളാണ് ഷിഹാബ്. പക്ഷേ ഷിഹാബ് വരുന്നു, അത് കഴിഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യുന്നു. പിന്നീട് അതങ്ങനെ പോയത് മുതുകാടിൻ്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ആർ.കെ. മലയത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വഴിക്കങ്ങ് പോയി. ഈ പേരൻസ് ആരും ആദ്യം മുതൽ തന്നെ പറയുന്നതിനകത്തൊന്നും ഈ മുതുകാടിൻ്റെ വേറെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. അവരുടെ പണമിടപാടിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒന്നിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. അതെല്ലാം പിന്നീട് വന്ന ചർച്ചകളാണ്. അവരാദ്യം മുതൽ തന്നെ പറയുന്നത് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മുതുകാടിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ട്രിക്സ് ബൈ ഫാസിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്ന ഷിഹാബിനെ പോലുള്ള ആളുകളെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഷിഹാബിനെ പോലുള്ള ആളുകൾ പറഞ്ഞതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു. അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ, തെളിവുകളുണ്ടോ? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഗോപിനാഥ് മുതുകാട് ഡിഫറൻറ്റ് ആർട്സ് അക്കാഡമി, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതെല്ലാം മുങ്ങിപ്പോയി. ഇപ്പോൾ ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളും ആർ.കെ. മലയത്ത് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പേര്, പെട്ടെന്ന് വിട്ടുപോയല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചർച്ച മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചർച്ച എവിടെയും എത്തില്ല. കുറേയധികം ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാവുമെന്നുള്ളതേ ഉള്ളൂ. ട്രിക്സ് ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു അപ്രോച്ചാണ് കാണാനായിട്ട് സാധിച്ചത്. ട്രിക്സ് എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഷിഹാബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്ലൈറ്റ് ടിക്കറ്റും പണമിടപാടും അവിടെ നിന്നല്ലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ മാതാപിതാക്കളുടെ കാര്യത്തിൽ നിന്നോ, അല്ലെങ്കിൽ മുതുകാടിന് എന്താണ് ഈ ഒരു വിഷയങ്ങളിൽ പറയാനുള്ളത് എന്നീ കാര്യങ്ങളിൽ നിന്നിട്ടൊക്കെയാണ് തുടങ്ങേണ്ടത്. അതേപോലെ ട്രിക്സിലെ ഫാസിലിനും അതേപോലെ ഇത് കാണുന്ന ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഷിഹാബിൻ്റെ കാര്യങ്ങൾ, അതിപ്പോൾ എനിക്ക് നേരിട്ട് അറിയാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു മജോറിറ്റിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവുമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്, മുതുകാടിൻ്റെ ഗുരുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഗതിയുണ്ട്.
ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ പറഞ്ഞ ജെന്യുവൻ ആയിട്ടുള്ള കൺസേൺസ് അത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മുതുകാടിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മുതുകാട് പൈസയോട് ആർത്തിയുള്ള ഒരാളാണോ, മുതുകാട് ആളുകളോട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ, മുതുകാട് ഗുരുഭക്തിയുള്ള ഒരു വ്യക്തിയാണോ, മുതുകാട് നന്മമരമാണോ, ഈ പറയുന്ന ചർച്ചയിലേക്ക് അത് പോയി. ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് ആർട്സ് അക്കാഡമി, മാജിക് പ്ലാനറ്റ് അത് ഏതായാലും അവിടെ പണിതു, അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേപോലെയുള്ള സ്ഥാപനങ്ങൾ നാടിന് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ, അതിൽ ഉള്ള ഇടപെടലുകൾ, അതിനെക്കുറിച്ചിട്ടല്ലേ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് മുങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ ആയി. ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുതുകാടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് സ്റ്റോറീസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതല്ല നമ്മളുടെ ഇവിടുത്തെ പ്രശ്നം. അവിടെ ജെന്യുവനായിട്ട് പറഞ്ഞ മാതാപിതാക്കളുണ്ടായിരുന്നു, അവരെ മറക്കരുത്. ആ ഒരു പ്രശ്നങ്ങളിലേക്കാണ് ശരിക്കും അധികാരികളൊക്കെ കണ്ണു തുറക്കേണ്ടത്. അല്ലാതെ ഈ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്ത സംഗതികളാണ്. എന്ന് പറഞ്ഞാൽ ലീഗലി പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷിഹാബിന് വേറെ എന്തെങ്കിലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുമോ? ഇതിപ്പം ഷിഹാബിൻ്റെ കേസ് കൊണ്ടോ ബാക്കിയുള്ള കുറേയധികം കേസ് കൊണ്ടോ സംഭവിക്കുന്നത് മുതുകാട് നല്ലവനാണ്, ശരിയാണ്, അപ്പോൾ ആദ്യത്തെ സംഭവങ്ങളെല്ലാം കള്ളമാണ്, മൊത്തം കള്ളമാണ്, ഫസിൽ പറയുന്നതാണ് ശരി. അപ്പോൾ ഫസിൽ പറയുന്ന ഈ 2 ശരികൾ കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ തെറ്റാവുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള PR ക്യാമ്പയിൻ ആയിരിക്കും ഇനി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസിൽ അടക്കമുള്ള ആളുകൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ട. അതല്ല ഇവിടുത്തെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്, അതല്ല. അത് ഇപ്പം ബാക്കി ആരാണെങ്കിലും, ഏത് മാധ്യമപ്രവർത്തകരാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇനി ചർച്ച ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മുതുകാടിൻ്റെ പേഴ്സണൽ ലൈഫായിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറേയധികം ആളുകളോട് പറഞ്ഞ ഒരു കാര്യം അതേപടി തന്നെ നടക്കുന്നത് കണ്ടപ്പോൾ ഉള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നന്ദി.